അല്ല ചങ്ങായിമാരെ, ആ മറ്റേ വി.ഡി. സതീശനെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു പ്രസ്ഥാനം മൊത്തം ഉയർത്തി കൊണ്ടുവന്നിട്ട്, അതായത് ജനങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ അയാളെ പൊക്കിയിരുത്തല്ല വേണ്ടത്, മറ്റേ CM കസേരയ്ക്ക്. അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിന് മറ്റേ ജയിച്ചു കഴിഞ്ഞപ്പോൾ പാലം കടക്കോളം ആരാണ്, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണമെന്ന് പറഞ്ഞാൽ അയാളെ തട്ടി ചവിട്ടി പുറത്തേക്കാൻ വേണ്ടി അയാൾ ഉറക്കില്ല, രാവിലെ ഭക്ഷണമില്ല, ഉറക്കില്ല. അയാൾ പറയുന്നില്ലേ എന്താ സതീശൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ സതീശൻ എന്താ പറഞ്ഞത്, എനിക്കൊന്ന് ഉറങ്ങണം. അത്രയും ഒരു മനുഷ്യൻ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തപ്പോൾ അയാളൊരു പ്രസ്ഥാനം വിജയിച്ച് കൊണ്ടുവന്നപ്പോൾ അയാളെ നിങ്ങൾ കസേര കൊണ്ടിരുത്തല വേണ്ടേ. ഇത്രയും ജനങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ കാര്യമല്ല നിങ്ങൾ നോക്കണ്ടേ, അല്ല നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ നോക്കണ്ടേ. ഈ ജനങ്ങളെന്താ പറയുന്നത്, ജനങ്ങൾക്ക് സപ്പോർട്ട്. ഇനിയിപ്പോൾ ചങ്ങായിക്ക് വല്ല ഇതുണ്ടാവോ, എന്നാലും വില ഉണ്ടാവോ? ജനങ്ങൾ വി.ഡി. സതീശനാക്കണം എന്ന് പറയാണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മറ്റേ ആൾക്ക് കത്തയച്ചു, അവർക്ക് കത്തയച്ചു, അതിന് കുറേ ഉസ്താദുമാരും എന്താ കൊണ്ട് കാര്യം? ഇയാളെ ഇരുത്തണം നാട്ടുകാർ വേണ്ടി നിങ്ങൾ അയാളെ തന്നെ CM-ആക്കി വെക്കണം. അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഇത്രയും പറയുമ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവിടെ കാട്ടിക്കൂട്ടിലല്ല. ഞാൻ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് വലിയ സമാധാനം ഉണ്ടാവുമോ ജനങ്ങളിൽ നിന്ന്? ഒരു വിവരം പക്വതയില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൂടെയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഈ വയസ്സായിട്ട് നിങ്ങളെ ഒഴിവാക്കി ചെറുപ്പക്കാർ, നല്ല നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, ഓല കയറ്റിയിരുത്തി കസേരയിൽ പക്വതയും വിവരം വിദ്യാഭ്യാസമില്ല കുറേ ഉണ്ടല്ലേ, ഓല കയറ്റിയിരുത്തി നിങ്ങളെന്തിനീ ഈ വയസ്സന്മാരെ തന്നെ കയറ്റിയിരുത്തിന് മേലെ? ഒരു വിവരമില്ല, പക്കയില്ല. മറ്റേ എന്തെങ്കിലും റിപ്പോർട്ടർമാർ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ അറിയാനല്ലാതെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കണേ? എന്നിട്ട് അങ്ങോട്ടാക്കി ഇപ്പോൾ ഒരു വണ്ടി ഫൈൻ അടിപ്പിക്കുക, ഇങ്ങോട്ട് ഏതെങ്കിലും ഏത് പാട്ടെന്ന് പോലും നോക്കാതെ ഫൈൻ അടിപ്പിക്കുക, വലിയ വണ്ടിക്കാരടുത്തേക്ക് തിരിഞ്ഞിട്ട് അത് വേറെ. ഇതൊക്കെ നിങ്ങൾ ചെയ്യണതും. പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ കേസ് വന്നത്, പ്രൈവറ്റ് അവരൊരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ടിച്ച്, എന്നിട്ടൊക്കെ ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു കുത്തി നിങ്ങളെ ജയിപ്പിച്ച് വന്നപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഇപ്പോൾ? അല്ലെങ്കിൽ എന്താ ചെയ്യണം ഇപ്പോൾ? തമാശ പറയല്ല. ആദ്യം തന്നെ പറയാനുള്ളത് കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ഇരുത്തി. നമുക്കിതൊന്നുമില്ല കേട്ടോ, വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറയാം. കാരണം നമ്മളെ മുകളിൽ വരുന്നവർ കുറച്ച് പക്വതയും വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ നിർത്തി. ഇപ്പോൾ വി.ഡി. സതീശൻ സാർ അതിന് പറ്റിയ ആളല്ലേ. അയാളും ഭരിക്കട്ടെ, അയാൾ CM-ആയിട്ട് ഭരിക്കട്ടെ, വരട്ടെ. അതല്ല അല്ലെങ്കിൽ പിന്നെ അതാ കുറേ എണ്ണുണ്ട് പേര്, രാഹുൽ മാങ്കൂട്ടാവും, ഷാഫി പറമ്പിൽ, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം വിവരമുണ്ട്. ഓല കയറട്ടെ, എന്നാൽ ഓർക്ക് വേണ്ട ഇതൊക്കെ കൊടുത്തിട്ട് ഓല കയറ്റി. അല്ലാതെ നിങ്ങൾ ഈ വയസ്സന്മാരെന്നെ വന്നിരിക്കൽ കുറേ എണ്ണേ, ഒരു വിവരമില്ലാത്ത കുറേ വയസ്സന്മാരതിൽ കയറ്റിയിരുത്തിയിട്ട് പിന്നെ ഇത് പിന്നെയും കുട്ടിച്ചോറാക്കുക എന്നല്ലാതെ. ഇതുകൊണ്ടൊക്കെ സംഭവിക്കാൻ പോകണമെങ്കിൽ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ അറിയാം, അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താ സംഭവിക്കണത്. ഏതായാലും വല്ലാത്തൊരു ചങ്ങായിമാരനെ, ഒരു ഉളുപ്പില്ല. എന്നിട്ട് പദവിക്ക് വേണ്ടി തല്ലുകൂടുക, തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, ഒരു ഉളുപ്പും മാനുമില്ലാത്ത പരിപാടിയായി പോയി. കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ വേറൊരു ഇതുണ്ട് കേട്ടോ. ഇനി എല്ലാ കാര്യം പറയാം, ഏത് ഭരണം മോശമാണ് ഞാൻ മാറ്റി കുത്തും. നല്ല ഭരണം ആരും ഭരിക്കണ ഓലക്ക് കുത്തും എന്ന് അതൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുത്തിയത്. അത് നശിപ്പിക്കണ്ട. എന്നെപ്പോലെ 10,000ങ്ങളും അങ്ങനെ കുത്തിയതേക്കാരം. 10,000ങ്ങളല്ല, ലക്ഷക്കണക്കിന് ആളുകളും അങ്ങനെ കുത്തിയതേക്കാരം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾക്ക് മറ്റേ കോൺഗ്രസ് അതാണ് ആന ചേനയെന്ന് പറഞ്ഞിട്ട് കുത്തിയൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേ. 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഭാവി കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ കുത്തിക്കണേ. ആ നിലയും വലിയ നിങ്ങൾ കളയണ്ട. മര്യാദയ്ക്ക് ആളെ പിടിച്ചിരുത്തിക്കോളൂ ആ സീറ്റിൽ. അല്ലെങ്കിൽ നാട്ടിൽ നടക്കാൻ പോകണറിയാലോ, ഓരോരുത്തർ പെട്രോൾ പിടിച്ചിട്ടും തീ കൊളുത്തുന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ. ഇതിൻ്റെയൊക്കെ സമാധാനം നിങ്ങൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ഓക്കെ.